ഹലോ, നമുക്കിന്നൊന്ന് പുറത്ത് വരെ പോയാലോ? നമ്മൾ കുറേ ഓട്ടോക്ക് വെയിറ്റ് ചെയ്തിനെങ്കിലും ഓട്ടോ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നടക്കുകയാണ്. ഈ മഴയത്ത് നടക്കൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. കുറച്ച് നടന്നപ്പം തന്നെ ഓട്ടോ കിട്ടി. പിന്നെ വേഗം ഓട്ടോയിൽ കയറി നേരെ പോയത് ഒരു ഒരു ഷോപ്പിലേക്കാണ്. അവിടെ നമുക്ക് ബെഡ്ഷീറ്റ് നോക്കാനുണ്ടായിരുന്നു. സോ ബെഡ്ഷീറ്റൊക്കെ നോക്കാൻ കേട്ടോ. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ എന്തെടുക്കും എന്നുള്ള കൺഫ്യൂഷനും ലാസ്റ്റ് എടുത്ത് അവിടെ നമ്മൾ കീനിച്ചിട്ടുണ്ട്. വീണ്ടും ഓട്ടോയിൽ കയറി നമുക്കൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോകാനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, പിന്നെ നമുക്ക് നടത്താൻ പറ്റൂലല്ലോ. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റ് അവിടെ എത്തിയപ്പോൾ നേരെ എൻ്റെ കണ്ണ് പോയത് ഇതിലേക്കാണ് കേട്ടോ. കാരണം എനിക്ക് ഇതിൻ്റെ റേറ്റ് അറിയാനൊരു ആകാംക്ഷ. കാരണം ഞാൻ അത്രയും റേറ്റ് കുറച്ചിട്ടാണല്ലോ സെല് ചെയ്യുന്നത്. സോ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ 250 അങ്ങനെ ആ ഒരു റേറ്റ് ആണ് കേട്ടോ ഉള്ളത്. ഉണ്ടായത് ഈ പാത്രങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമില്ലേ, അവിടെയാണ് കേട്ടോ. അവിടെയാണെങ്കിൽ അടിപൊളി പാത്രങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊക്കെ കുറേ ടൈം നോക്കി. എന്ത് രസം, എന്ത് ക്യൂട്ടാലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരെ പോയിട്ട് എനിക്ക് വേണ്ട സാധനം എടുത്ത് എനിക്ക് ഓർഡേഴ്സൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ബുക്സൊക്കെ വേണ്ടിയിരുന്നു. അപ്പോൾ നോട്ട് പാഡും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഈ ഭാഗത്തേക്ക് വന്നാൽ എൻ്റെ കണ്ണ് പോകും. കാരണം എൻ്റെ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷമാണ് കാണുമ്പോൾ. പിന്നെ ഫ്രൂട്ട് സെക്ഷനിലേക്ക് പോയി. പിന്നെ എവിടെ മിറർ ഉണ്ടാലും പിക്ക് നിർബന്ധം. പിന്നെ അതൊക്കെ ബില്ലടിച്ചു നമ്മൾ കീനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എവിടെയും പോയിട്ടില്ല. പിന്നെ നേരെ വീട്ടിലേക്ക് പോയി.